വെൽക്കം ടു ബാനൂസ് ഫുഡ് ഫാക്ടറി. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസും ഉരുളക്കിഴങ്ങും വെച്ചിട്ട് ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ 4 ഒരു ഫോർക്ക് വെച്ച് ഉടച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ നമുക്കിത് ഉടച്ചെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങുകൾ ഇവിടെ ഉടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് കുനുകുനേന അരിഞ്ഞിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ്. കൂടെ കറിവേപ്പിലയും ഉണ്ട്. പിന്നീട് നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മസാലകളിലേക്ക് ആവശ്യമായിട്ട് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് കുറച്ച് ചിക്കൻ മസാല, ഒരു നുള്ള് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ഞാൻ ഇപ്പോൾ ഈ മസാലയുടെ കൂടെയാണ് ചേർത്തിട്ടുള്ളത്. നേരത്തെ ചേർക്കുന്നവർക്ക് ചേർക്കാവുന്നതാണ്. ഞാനിതിൽ ചേർത്തിട്ടില്ല. ഇപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നൂഡിൽസിൻ്റെ പാക്ക് എടുത്തിട്ട് അത് നന്നായിട്ട് ഉടച്ചെടുക്കാം. നന്നായിട്ട് നമുക്ക് പൊട്ടിച്ച് ഉടച്ചെടുക്കാം. ഇനിയൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നൂഡിൽസിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിൽ നിന്ന് ഈ മസാല പൊടി എടുത്തിട്ട് ഈ മൈദപ്പൊടിയുടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇവ നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ തരിയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം മതിയാവും. ഈ ഒരു ലെവലിലാണ് നമുക്കിത് വേണ്ടത്, ഈ മാവ് വേണ്ടത്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങിൻ്റെ മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതുപോലൊരു കുറച്ച് മാവ് കയ്യിലെടുത്തിട്ട് നന്നായിട്ട് റോൾ ചെയ്യാം. ഇത് നമുക്ക് ഏത് പരുവത്തിൽ വേണമെങ്കിലും റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫിംഗറിൻ്റെ രൂപത്തിലാണ് റോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാനിത് റോൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിൽ മുക്കിയെടുക്കാം. ഇനി നൂഡിൽസിൻ്റെ ക്രംസിലേക്ക് ഇട്ട് ഒന്ന് റോൾ ചെയ്ത് എടുക്കാം. കൈകൊണ്ട് ഇതുപോലെ നമുക്ക് കുറേശ്ശെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മളിവിടെ ഇവനെ നന്നായിട്ട് നൂഡിൽസിൽ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മുങ്ങിക്കിടക്കുന്ന വിധത്തിലൊന്നും എണ്ണയുടെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു പരുവത്തിലും എണ്ണ ഉണ്ടായാൽ മതി.
ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ നൂഡിൽസും പൊട്ടാറ്റോയും വെച്ചിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പൊട്ടാറ്റോ നൂഡിൽസ് ഫിംഗർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.